അപ്പോൾ അപവാദ ശങ്കിതയായ വല്ലി സ്വസന്താനത്തെ ക്ഷേത്ര സങ്കേതത്തിൽ ഉപേക്ഷിച്ച് പോയി, ക്ഷേത്ര സങ്കേതത്തിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ആ കുട്ടിയെ ഗണേശ കൗണ്ടർ എന്ന ഒരാൾ എടുത്ത് ജയപ്പ് വെള്ളൻ എന്ന കൗണ്ടപ്രമാണിയെ ഏൽപ്പിച്ചു. ആ പുത്രനായിരുന്ന കൗണ്ടപ്രമാണി ആ ശിശുവെ സ്വപുത്രനായി സ്വീകരിച്ച് വളർത്തി. കൊടിമര കമ്പത്തിന്റെ ചുവട്ടിൽ കിടന്ന് കിട്ടിയ ശിശുവിന് കമ്പൻ എന്ന പേരിട്ടു. ബാല്യത്തിൽ തന്നെ അതിബുദ്ധിമാനായിരുന്നെങ്കിലും യുവാവായപ്പോൾ അതിപണ്ഡിതനായി കമ്പർ എന്നറിയപ്പെട്ടു. ഒരിക്കൽ ചോള രാജാവ് കമ്പരോടും കവി സദസ്സിലെ മറ്റൊരംഗമായ ഒറ്റക്കുത്തനോടും രാമകഥ തമിഴ് കവിതയായി നിർമ്മിക്കാൻ ഏർപ്പാട് ചെയ്തു. സേതുബന്ധനം വരെയും ഒറ്റക്കുത്തനും യുദ്ധപ്രകരണം കമ്പരും നിർമ്മിക്കണമെന്നായിരുന്നു രാജ നിർദ്ദേശം. 6 മാസം കൊണ്ട് നിർവഹിച്ചു കൊടുക്കണം. കമ്പർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 6 മാസം കഴിഞ്ഞിട്ട് കമ്പർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ രാജാവ് നാളെ തന്നെ രാമായണ കൃതി സദസ്സിൽ വായിച്ചു കേൾപ്പിക്കണമെന്ന് ഉത്തരവിട്ടു. ഒരു രാത്രി കണ്ട് കവിത എഴുതി തീർക്കാനിരുന്ന കമ്പർ ഒന്നും അറിയാതെ ഉറങ്ങിപ്പോയി. ഇത് എൻ്റെ ജീവിതമായിട്ട് വളരെ ബന്ധമുണ്ട്. ഐ വാസ് ലൈക്ക് കമ്പർ. എനിക്കിതിനകത്ത് ഇഷ്ടം തോന്നിയത്. ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ഈ അലസതയ്ക്ക് പോലും സമ്മാനമായി തന്നിട്ടുണ്ട്. കമ്പർ അപ്പോൾ ഉറങ്ങിപ്പോയി. വെളുപ്പിന് ഉണർന്നപ്പോൾ